ഹായ് പ്രിയമുള്ള തേനീച്ച കർഷകരെ, ജോസിയൻ ഗ്രീൻ വ്ലോഗ് സ്വാഗതം. ഇത് 12 ഫ്രെയിമുള്ള ഒരു തേനീച്ചക്കൂടാണ്. നമുക്കിതൊന്ന് നോക്കാം. ഇതിൽ നമുക്ക് ധാരാളം തേൻ കിട്ടും. ഇറ്റാലിയൻ തേനീച്ചയുടെ അത്രയും വലിപ്പമുള്ളൊരു കൂടാണ്. 8ഉം 10ഉം ഒക്കെ ഉള്ള കൂടുകളുണ്ട്. ഏറ്റവും ന്യൂട്ടൺ പെട്ടിയിലാണെങ്കിൽ 6ആണ്. ഇതിനകത്ത് 12 ഫ്രെയിമാണ്. കൂടുതൽ ഈച്ചകൾ ഇതിനകത്തുണ്ടാകും, വേലക്കാരികൾ. അപ്പോൾ അവർ ഈച്ചകൾ കൂടുന്നതനുസരിച്ച് തേനിൻ്റെ ലഭ്യതയും കൂടും. നമ്മളത് ഒന്ന് പരിശോധിച്ച് നോക്കാം. കണ്ടോ, അതൊന്ന് ഉയർത്തി, വളരെ സാവകാശം ഉയർത്തി നോക്കുക. ഉയർത്തി നമ്മൾ അതിൻ്റെ സൂപ്പർ ഒന്ന് കാണിക്കാം. സൂപ്പറിൽ ഫ്രെയിമിൽ അടകളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കണ്ടോ, ചെറിയ ഇഞ്ചിൽ മുറിച്ച് കെട്ടിയിരുന്നാൽ മതി. 6ാമത്തെ അട കട്ട് ചെയ്ത് കെട്ടിയാൽ മതി. ഒരു റബ്ബർ ബാൻഡ്സ് കുറുകെ ഇട്ടാൽ മതി. ആ റബ്ബർ ബാൻഡ്സ് അവർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റബ്ബർ ബാൻഡ്സ് ഇടേണ്ട ആവശ്യമില്ല. റബ്ബർ ബാൻഡ്സ് നമുക്ക് അത് ഊരിക്കളയാം. അല്ല, തേന് വീർപ്പിക്കുമ്പോൾ അത് അതിനകത്തോട്ട് മുറുകിയിരിക്കും. അപ്പോൾ അതുപോലെ അങ്ങനെ റബ്ബർ ബാൻഡ്സ് മാറ്റാം. കണ്ടോ, അവന് കുത്താതിരിക്കാൻ വേണ്ടി നമുക്കിത് പ്രിക്കോഷൻസൊക്കെ എടുക്കും. അതുപോലെ ഗ്ലൗസൊക്കെ ഇടാം. വെയിലൊക്കെ ഇട്ടാണ് ഏറ്റവും നല്ലത്. കണ്ടോ, നമ്മളത് സൂപ്പറോടെ എടുത്ത് മാറ്റുന്നു. താഴെ 12 ഫ്രെയിമുകളുണ്ട്. ഉണ്ടോ, താഴെ 12 ഫ്രെയിമുകളിൽ ഉണ്ട്. 12 ഫ്രെയിമുണ്ട്. കണ്ടല്ലോ, ഈ 12 ഫ്രെയിമുകളിൽ ഈച്ചകൾ നിറഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ഈച്ചകളായി തീർന്നോളും, നിറയും. തേനിൻ്റെ ലഭ്യത വർദ്ധിക്കും. ചില ഫ്രെയിമുകളിലായിരിക്കുന്നു, അല്ല അങ്ങേയറ്റത്തെ ഫ്രെയിമുകളിൽ അട കെട്ടിയിട്ടില്ല. 12 ഫ്രെയിമിൽ ആയിട്ടില്ല. 10 ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമ്മൾ അത് ബാക്കി കെട്ടിക്കോളും. സീസൺ ആകുമ്പോഴതിന് പെട്ടെന്നുണ്ട്. പപ്പട വലിപ്പത്തിൽ, ചെറിയ വലിപ്പത്തിൽ ആക്കി കഴിഞ്ഞു, ബാക്കിയുടെ കെട്ടും. വേറെ കൂടുകളുണ്ട്, വേറെ ഇതുപോലത്തെ കൂടുകളുണ്ട്. ഞാൻ കാണിക്കാം. അത് എല്ലാം 12 ഫ്രെയിം നിറഞ്ഞതാണ്. 10 ഫ്രെയിമിൻ്റെയും ഉണ്ട്, അതായാലും കുഴപ്പമില്ല. 10ഉം 11, 8 അതുപോലെ സാധാരണ ടൈപ്പ് ന്യൂട്ടൺ 6. ഇനിയും 6 ടൈപ്പായതുകൊണ്ട് അതുകൊണ്ട് വിഷമിക്കുമ്പോൾ 6 സാധാരണ എളുപ്പത്തിന്. അതിൽ നമുക്ക് 3ഓ 4ഓ സൂപ്പർ വെച്ച് തേനെടുക്കാവുന്നതാണ്. ഇത് ഒരു ശക്തമായ കോളനിയാണ്. അതുകൊണ്ടാണ് വെറുതെ കട്ടയൊക്കെ വെച്ചിരിക്കുന്നത്, മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് തേനീച്ചയെ വളർത്താൻ കൂടുതൽ ഈച്ചകൾ പെരുകും.